രക്ഷണം എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയത് കാണാം. പെട്ടെന്നുള്ള മരണം, ആക്സിഡന്റ് മരണങ്ങൾ. കുറെ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ ഒരു ഹദീസിന്റെ വാൽകഷ്ണമാണ് ഞാൻ പറഞ്ഞത്. പെടുന്നനെയുള്ള മരണം അധികരിക്കുക, വെളിവാകുക, അത് കാണാൻ തുടങ്ങുക, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. പഴയ കാലത്തൊക്കെ മഹാന്മാര് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന എന്താണെന്നറിയാം നിങ്ങൾ? കുറച്ചു കാലെങ്കിലും രോഗമായി കിടക്കണം, കുറച്ചു കാലെങ്കിലും രോഗമായി കിടക്കണം, എന്നിട്ടേ മരിക്കാവൂ എന്ന് ആഗ്രഹിച്ചവരാ മഹാന്മാരൊക്കെ. അതെന്തിന്? കുറച്ചു കാലം രോഗമായി കിടന്നെങ്കിലേ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തസ്ബീഹും ദിക്റുമൊക്കെ ഒന്ന് ചൊല്ലി ഇസ്തിഗ്ഫാറൊക്കെ ഒന്ന് ചൊല്ലി അത് പൊറുപ്പിക്കാനൊരു അവസരം. ഒരു ചോദിക്കായിരുന്നു, കൂടുതൽ കിടക്കരുത്, അത് ബുദ്ധിമുട്ടാണ്, കുടുംബത്തിന് വെറുക്കുന്ന രൂപത്തിൽ കിടക്കരുത്, കുറച്ചു കാലം അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്യാനും മടങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരം, ഉള്ളറിഞ്ഞൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം. മരണം മുഖാമുഖം ഇങ്ങനെ കാണുമ്പോഴല്ലേ അതൊക്കെ കൂടുതൽ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുക. അപ്പൊ അതിനുള്ളൊരു അവസരം കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ ചോദിച്ചിരുന്നു എന്ന് കാണാം. അതേസമയം കുടുംബത്തെ ചടപ്പിക്കുന്ന രൂപത്തിലുള്ള സംഗതികൾ ഉണ്ടാവാനും പാടില്ല, അത് അപകടം ചെയ്യും. അതുകൊണ്ടാണ് അർദലുൽ ഉമറിലേക്ക്, അവശമായ പ്രായത്തിലേക്ക് എന്നെ നീ എത്തിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ ഞങ്ങളെയും കുടുംബത്തിനും അടുപ്പിക്കുന്ന രൂപത്തിൽ അവശമായ പ്രായത്തിലേക്ക് എത്തിക്കരുത് റഹ്മാനെ. അതൊരു വല്ലാത്ത സംഗതിയാണ്. അവശമായ പ്രായത്തിലേക്ക് എത്തിക്കരുത് റഹ്മാനെ. അവശമായ അവസ്ഥയിലെത്തിയ പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവശരായ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പടച്ചവനെ, അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, മരണം ഖൈറാണെങ്കിൽ ഈമാനോടുകൂടെ നീ മൗത്താക്കണം റഹ്മാനെ. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സംഗതി വിഷമം. എന്നാൽ കുറച്ചു കാലം കിടക്കണം, ഒറ്റയടിക്ക് മരിക്കുക. ഈ ഒറ്റയടിക്ക് മരിക്കുക എന്നുള്ള സംഭവം എന്താണെന്നറിയാം നിങ്ങൾ? ഒരു വലിയ ഭാഗ്യദോഷമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, മൊത്തമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോ തിന്മകൾ, പേക്കൂത്തുകൾ എന്ന് വർദ്ധിച്ചപ്പോൾ അല്ലാഹു തൗബക്കുള്ള അവസരം പോലും നിഷേധിച്ച് മരിപ്പിക്കുകയാണ്. അതാണ് ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് മഹാന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് മരണത്തിൽപ്പെട്ടവർക്കൊക്കെ അങ്ങനെ അവസരം നിഷേധിച്ചു എന്നൊന്നും മനസ്സിലാക്കണ്ട. പറഞ്ഞു വന്നത് കൂടുതലായി ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. തൗബക്കുള്ള അവസരം പോലും നിഷേധിക്കുക. ഇന്ന് സാധാരണ മരണത്തെക്കാൾ, സ്വാഭാവിക മരണത്തെക്കാൾ കൂടുതലുള്ളത് ആക്സിഡന്റ് മരണങ്ങളാണ്, അപകട മരണങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അപകട മരണം, അറ്റാക്ക് മരണം, ഇതൊക്കെ പെടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കുക, ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് എപ്പോഴും ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. മഹാന്മാർക്ക് മരിക്കുന്നതിൽ പേടിയില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അവർക്ക് യാതൊരു പേടിയില്ലാത്ത, അവർക്ക് അത്രയും സന്തോഷമാണ്. ഇപ്പോ മംഷാദ് തയ്യൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താബിഈയാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ, ശിഷ്യന്മാർക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫക്കീർ ഇങ്ങനെ കീറിപ്പറഞ്ഞ ഒരു ഫക്കീർ ഇങ്ങനെ കയറി വന്നു. വസ്ത്രമൊക്കെ പൂർണ്ണമായും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, കാണാൻ ഒരു കോലുമില്ല, ഒരു വികൃതനായ മനുഷ്യൻ ഇവരുടെ ഭാഷയിൽ. പക്ഷേ ഇദ്ദേഹം മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാ, ഔലിയാക്കളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണ്. എത്രയെത്ര ആളുകളുണ്ട്, പൊടി പുരണ്ടവർ, മുടി ചടക്കുത്തിയവർ എന്ന് ഹദീസിൽ ചോദിച്ചതുപോലെ അവർ അല്ലാഹുവിനോട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം അല്ലാഹു എന്ന് പറഞ്ഞോ, അല്ലാഹുവിനോട് പടച്ച റബ്ബേ അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞാൽ അതങ്ങ് ചെയ്തുകൊള്ളും. അങ്ങനെയുള്ള എത്ര ആളുകൾ, CM വലിയുല്ലാഹിയെ പോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സലാമത്താക്കട്ടെ. ആ ആശിക്കീങ്ങളും ഔലിയാക്കളും ഒക്കെ നമ്മിൽ നിന്ന് പിരിഞ്ഞു. നമുക്കിതാ ഇതുവരെ നമുക്ക് വരുന്ന ദുരന്തങ്ങളൊക്കെ താങ്ങാൻ, അതൊക്കെ ഇറക്കി വെക്കാൻ നമുക്ക് അത്താണികൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്താണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബാക്കിയുള്ള സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ് നൽകട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്കിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള അത്താണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തേ പറഞ്ഞു വന്നത്? ഇവരെ പോലത്തെ ആളുകൾക്ക് ഒരു പേടിയുണ്ടാവില്ല. മംഷാദ് തയ്യൂരിയുടെ ക്ലാസ്സിലേക്ക് ഈ ഫക്കീർ ഇങ്ങോട്ട് കയറി വന്ന് ഇയാൾ ഒരൊറ്റ ചോദ്യമാണ്. സദസ്സിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഓർത്തതല്ല. ഇയാൾ ചോദിച്ചു, ഹൽ ഹാഹുനാ മകാനുൻ നദീഫ് യുംകിനുൽ ഇൻസാനു അൻ യമുത ഫീ.
ഇയാൾ കയറി വന്നിട്ട് ആ സദസ്സിൽ നിന്ന് ഒറ്റ ചോദ്യം, അല്ല ഇവിടെ എവിടെയെങ്കിലും നല്ല ക്ലീൻ ആയ ഒരു സ്ഥലം കിട്ടുമോ, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം? എന്തിനാ? യുംകിനുൽ ഇൻസാനു അൻ യമൂത ഫീഹി. ഇതൊന്നും ഞമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവമാണ് ഈ പറയുന്നതൊക്കെ. ഞാൻ പറയാ, നിങ്ങൾ കേൾക്കുക, അത്രേ ഉള്ളൂ. അള്ളാഹു ഇവരെയൊക്കെ പറഞ്ഞ വർക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അല്ലാതെ എങ്ങനെയാ നമ്മളിതൊക്കെ പറയാ? നമ്മൾ എങ്ങനെ പറയും ഇതൊക്കെ? ഈ മനുഷ്യൻ കണ്ട് കയറി വന്നിട്ട് ചോദിക്കാൻ, ഇവിടെ മനുഷ്യന് കിടന്ന് മരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ? ഇതാ ഇയാൾ ചോദിക്കുന്നത്. ഒരു സാസിക്ക് കയറി വന്നിട്ട് ഇവിടെ മനുഷ്യനൊന്ന് സുഖമായിട്ട് കിടന്ന് മരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ? യുംകിനുൽ ഇൻസാനു അൻ യമൂത ഫീഹി. മരിക്കാൻ പറ്റിയൊരു സ്ഥലം, അതിന് പറ്റിയ സ്ഥലം. ചോദിക്കപ്പെടുന്ന മംഷാദുദ്ദയൂരി വലിയ സൂഫിയാണ്. അദ്ദേഹം പറഞ്ഞു, ഹുനാക മകാനുൻ നദീഫ് യുംകിനുൽ ഇൻസാനു അൻ യമൂത ഫീഹി. ഇവിടെ തന്നെ തൊട്ടടുത്തുണ്ടൊരു സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ മനസ്സിലുള്ള ആ സംഗതികൾക്കൊക്കെ പറ്റിയ സ്ഥലം, മരിക്കാൻ പറ്റിയ സ്ഥലം. ഇയാൾ ചോദിച്ച സൗകര്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ട മംഷാദുദ്ദയൂരിക്കറിയാം. തൊട്ടടുത്തു കൂടെ ഒരു ചോല അങ്ങനെ ഒഴുകുന്നുണ്ട്. ആ ചോലന്റെ അടുത്തേക്കാ ചൂണ്ടിക്കാണിച്ചത്. ഈ ഫക്കീർ ഓടിച്ചെന്ന് ആ ചോലയിൽ ഇറങ്ങി, ഫജദ്ദദൽ ഫഖീറുൽ വുദൂ, ഈ സാധുവായ മനുഷ്യൻ വുദൂ ഒന്ന് പുതുക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ നേരത്തെ വുദൂ ഉണ്ട്, ഉറപ്പല്ലേ ദായിമുൽ വുദൂ ആയിരിക്കും ഇങ്ങനത്തെ ആളുകൾ എന്ന് നമുക്ക് ഉറപ്പന്നല്ല, അങ്ങനത്തെ എത്ര വലിയ പവറിലെത്തിയ ആളുകൾ. അപ്പൊ ആ വുദൂ ഒന്ന് പുതുക്കി. ഫറകഅ മാഷാ അല്ലാഹ്, എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത്രയും അവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചു. അങ്ങനെ ഫജലസ, ഇരുന്നു. വമദ്ദ റിജ്ലൈ, രണ്ട് കാലും അങ്ങ് നീട്ടി മലർന്നങ്ങ് കിടന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അങ്ങ് മരിച്ചു. അങ്ങനെയൊക്കെ മരിക്കാൻ നമുക്ക് കഴിയോ? ഒരു വെപ്രാളുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല, ഈമാനോടുകൂടി അങ്ങ് മരിപ്പിച്ചു. റബ്ബെ, എപ്പോഴാ മരണം എന്നറിയൂല, മരണം വരുന്ന സമയത്ത് ഒരുങ്ങി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. കിടന്ന് കലിമയൊക്കെ ഉറപ്പിച്ച് ചൊല്ലി ഒരു 2 റക്അത്തൊക്കെ നിസ്കരിച്ച് ആ സന്തോഷപൂർവ്വം മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവർക്ക് പേടിയില്ലാതിരിക്കാൻ കാരണം അതായിരുന്നു. ഇവർക്കൊരു ബേജാറുമില്ല മരിക്കുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം മരിച്ചു എന്നാൽ ഇവർക്ക് നല്ല പ്രതിഫലമാണ് കിട്ടാനുള്ളത് എന്ന് ഇവർക്ക് ഉറപ്പാണ്. മരിച്ചു എന്നാലല്ലേ നമുക്ക് ഉഷാറ്. അപ്പൊ മരിച്ചു എന്നാൽ അങ്ങനെ ആ മരിച്ചു എന്ന കാര്യത്തിൽ ബേജാറുണ്ടാവില്ല. അദ്ദുന്യാ സിജുനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവിന്റെ ഊരാ കൊടുക്കുന്നെന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാ വിശ്വാസിക്കുണ്ടാവുക. ദുനിയാവ് വിശ്വാസിയുടെ ജയിലറയാണ്, അതേ സമയം അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് ഇവിടുന്നാൾ പോണതാ പേടി. അത് പറയാൻ പോകുന്നുണ്ട്. അവനെ കുറിച്ചാണ് ഇനി പറയുന്നത്. വമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ, വമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ. അപ്പോൾ ഇവൻ വഴി പിഴച്ചവരുടെ കൂട്ടത്തിലും പരലോക വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുമാണ് ഉള്ളതെങ്കിൽ ഫനുസുലും മിൻ ഹമീം, അവന് ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. ഫനുസുലും മിൻ ഹമീം, അവന് ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. സുബ്ഹാനല്ലാഹ്, ചീഞ്ചലം കൊണ്ടുള്ള പ്രഥമ സൽക്കാരമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ, പോത്ത് കുടിക്കും പോലെ ശരീരത്തിൽ നിന്നൊരിക്കുന്ന ചീഞ്ചലം കുടിക്കേണ്ടി വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആ കുടിക്കേണ്ടി വരും ഇവൻ. കണ്ടോ, ഇത് വെച്ചിട്ടാ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഭൂമിയിൽ നിന്ന് മരിക്കുന്ന സമയത്തു തന്നെ നരകാവകാശിയാണോ, പച്ച കാഫിറാണോ, അല്ലെങ്കിൽ ആസിയായ മോമിനാണോ, അവൻ ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടൂല. ഹത്താ യശ്റബ കഅസം മിനൽ ഹമീം, ഒരു കപ്പ് ഹമീമെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൻ കുടിക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്